നിർമ്മൽ കൃഷ്ണ നിക്ഷേപ തട്ടിപ്പ് കേസിൽ വെട്ടിലായി ബിജെപി സംസ്ഥാന നേതൃത്വം. സിബിഐ അന്വേഷണം തടസ്സപ്പെടുത്തിയത് ബിജെപി നേതാക്കളെന്ന തട്ടിപ്പിലെ ഇരകൾ പൈസ വിദേശത്തേക്ക് കടത്താൻ സഹായിച്ചത് ബിജെപി നേതാക്കളെന്നും ആരോപണം. കേസുമായി ബന്ധപ്പെട്ട ഇരകൾ നൽകിയ പരാതിയും തെളിവുകളും ബിജെപി സംസ്ഥാന നേതൃത്വം മുക്കി. 3 മാസത്തിനകം നടപടി ഉണ്ടായില്ലെങ്കിൽ ഇടപെട്ട നേതാക്കളുടെ പേര് വെളിപ്പെടുത്തുമെന്നും നിർമ്മൽ കൃഷ്ണ നിക്ഷേപ സംരക്ഷണ സമിതി പ്രസിഡന്റ് SM നായർ വ്യക്തമാക്കി. നിർമ്മൽ കൃഷ്ണ നിക്ഷേപ തട്ടിപ്പ് കേസിലെ CBI അന്വേഷണം മുടക്കിയതുമായി ബന്ധപ്പെട്ട് BJP സംസ്ഥാന നേതൃത്വത്തിനെതിരെ ഗുരുതര ആരോപണങ്ങളാണ് ഉയരുന്നത്. വി മുരളീധരൻ കേന്ദ്രമന്ത്രിയായിരിക്കുമ്പോൾ തന്നെ കേസുമായി ബന്ധപ്പെട്ട തെളിവുകൾ അടങ്ങിയ ഫയൽ കൈമാറിയിട്ടുണ്ട്. CBI അന്വേഷണത്തിനായി ഇടപെടാമെന്ന് മുരളീധരൻ വാക്കും നൽകി. സംസ്ഥാന ജനറൽ സെക്രട്ടറി S സുരേഷിനും ഫയൽ കൈമാറി. എന്നാൽ 1 മാസത്തോളം ഫയൽ മാരാർജി ഭവനിൽ കിടന്നു. കേസിലെ മുഖ്യപ്രതിയും BJPയുടെ നേതാവുമായ വേണു സംസ്ഥാന ഘടകവുമായി അടുത്ത ബന്ധമുള്ളയാളാണ്. അതുവഴിയാണ് CBI അന്വേഷണം മുടങ്ങിയതെന്നും നിർമ്മൽ കൃഷ്ണ നിക്ഷേപ സംരക്ഷണ സമിതി പ്രസിഡന്റ് SM നായർ ആരോപിച്ചു. BJP പാർട്ടിയുടെ കാര്യം ഇത് മാത്രമല്ല, ഇതിനകത്ത് ഉൾപ്പെട്ടിട്ടുള്ള പ്രധാന പ്രതിയായിട്ടുള്ള വേണു BJPയുടെ പ്രാദേശിക ഘടകത്തിൻ്റെ നേതാവാണ്. അപ്പോൾ അത് മാത്രമല്ല, നിർമ്മലിൻ്റെ ഒരു അഹന്ന ബന്ധുവുണ്ട്. അയാൾക്ക് BJP കേന്ദ്ര ഘടകമായിട്ടും സംസ്ഥാന ഘടകമായിട്ടും നല്ല അടുപ്പമുള്ള വ്യക്തിയാണ്. അയാളാണ് ഇയാളുടെ ഈ കേസിൽ നിന്ന് CBI അന്വേഷണം വരാതെ തടസ്സപ്പെടുത്തുന്നത്. തട്ടിപ്പിലെ പൈസ വിദേശത്തേക്ക് കടത്താൻ സഹായിച്ചത് BJP നേതാക്കളാണെന്ന ഗുരുതര ആരോപണവും SM നായർ ഉന്നയിച്ചു. 3 മാസം കൂടി തങ്ങൾ ക്ഷമിക്കും. അതിനുള്ളിൽ നടപടി ഉണ്ടായില്ലെങ്കിൽ കേസിൽ ഇടപെട്ട നേതാക്കളുടെ പേരുകൾ വെളിപ്പെടുത്തുമെന്നും SM നായർ. ഒരു 3 മാസത്തിനകത്ത് ഇതിന്റെ റിസൾട്ട് അറിഞ്ഞില്ലെങ്കിൽ ഞാൻ വ്യക്തമായിട്ട് പറയും ഇതിനകത്ത് ആരൊക്കെയാണ് പേര് സഹിതം പറയാം ആരൊക്കെയാണ് ഇടപെട്ടിട്ടുള്ളത്. ഞാൻ ഇപ്പോഴേ പറയാം. ഇതിനകത്ത് ഈ കേസുമായി ബന്ധപ്പെട്ട് ഞങ്ങളെ ബന്ധപ്പെട്ടിട്ടുള്ളത് മുൻ കേന്ദ്രമന്ത്രിയായിരുന്ന വി മുരളീധരൻ സാർ ബന്ധപ്പെട്ടിട്ടുണ്ട്. ഇതുപോലൊരു ഫയൽ ഞങ്ങൾ കൊടുത്തിട്ടുണ്ട്. അന്ന് നടപടിയെടുക്കാമെന്ന് പറഞ്ഞു, നടന്നില്ല. അത് കഴിഞ്ഞിട്ട് ഞങ്ങളുടെ എല്ലാ സമര പരിപാടികൾക്കും കരമന ജയൻ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു. അവർക്കെല്ലാവർക്കും ഈ വിഷയങ്ങൾ അറിയാം. അഡ്വക്കേറ്റ് സുരേഷിന് അറിയാം. തിരുവനന്തപുരം ജില്ലയിലുള്ള സകല നേതാക്കന്മാർക്കും അറിയാം. നിക്ഷേപ തട്ടിപ്പിന് ഇരകളായവർ ജീവിക്കാൻ ഗതിയില്ലാത്ത സാഹചര്യത്തിലാണ്. സംസ്ഥാന പോലീസും പ്രതികൾക്ക് വേണ്ടി ഒത്തുകളിക്കുന്നു. ഈ സാഹചര്യത്തിൽ തട്ടിപ്പിന് ഇരകളായവർ പ്രത്യക്ഷ സമരത്തിലേക്ക് കടക്കുമെന്നും നിർമ്മൽ കൃഷ്ണ നിക്ഷേപ സംരക്ഷണ സമിതി മുന്നറിയിപ്പ് നൽകി. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.